ഒരു വാർത്ത കൂടി ലഭിക്കുകയാണ്. കണ്ണൂരിൽ സ്കൂട്ടറിനുള്ളിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. സ്കൂട്ടറിന്റെ ഹെഡ്ലൈറ്റിനുള്ളിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. ചീറ്റുന്ന ശബ്ദം കേട്ടാണ് ഉടമ ശ്രദ്ധിച്ച് റെസ്ക്യൂവർ എത്തിയാണ് പാമ്പിനെ പുറത്തെടുത്തത്. നിഖിലാണ് ചേരുന്നത്. നിഖിൽ, വീണ്ടും പാമ്പിന്റെ വാർത്തയാണ് വരുന്നത്. വലിയൊരു ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ആളുകൾക്കൊന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണല്ലോ ഇപ്പോൾ? അഞ്ജലി, തീർച്ചയായും ഇത് ഗ്രാമമെന്നോ നഗരമെന്നോ ഒന്നും ഒരു പ്രശ്നമില്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ തന്നെ ഈ പാമ്പിന്റെ ശല്യം രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. നമുക്ക് ആ ദൃശ്യം ഒരുപക്ഷെ വളരെ പേടിപ്പിക്കുന്നതാണ്. ഈ നമ്മൾ സ്വാഭാവികമായും സ്കൂട്ടറൊക്കെ ഓടിക്കുന്ന ആളുകൾ അത് വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ നിർത്തിയിടും. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ പാമ്പൊക്കെ ഇതിനകത്ത് കയറിക്കൂടിയാൽ വാഹനം ഓടിക്കുന്ന സമയത്തൊക്കെ അത് കടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകാം എന്ന അങ്ങനെ പേടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടിയാണ് കക്കാടെ ഒരു ഫ്ളാറ്റിന് മുന്നിൽ നിർത്തിയിട്ട സ്കൂട്ടറിന്റെ ഹെഡ്ലൈറ്റിന്റെ പിറകു വശത്തേക്കാണ് ഈ പാമ്പ് ഇഴഞ്ഞു കയറിയത്. പിന്നീട് അതിനുള്ളിൽ നിന്ന് ചീറ്റുന്ന ശബ്ദം ഉടമ കേട്ടതിനെ തുടർന്നാണ് റെസ്ക്യൂവറെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചത്. ഏതായാലും ആ പാമ്പിനെ പുറത്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ അഞ്ജലി പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വല്ലാതെ പേടിപ്പിക്കുന്ന രീതിയിലേക്ക് ഇതൊക്കെ മാറുന്നു എന്നുള്ളതാണ്. സ്കൂട്ടറിലൊക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും ഈ പാമ്പുകൾ കയറി കൂടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സ്കൂട്ടറൊക്കെ ഓടിക്കുന്ന ആളുകൾ ഈ വാഹനം ഓടിച്ചു പോകുന്ന സമയത്താണ് ഇത് പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയോ പുറത്തേക്ക് വരികയോ ഒക്കെ ചെയ്യുന്നത് എങ്കിൽ വലിയ അപകടത്തിലേക്കാണ് അത് പോവുക. അങ്ങനെ വല്ലാതെ രീതിയിൽ മനുഷ്യരെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ പാമ്പുകളുടെ സാന്നിധ്യം മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ, നമ്മളൊക്കെ ഇരുചക്ര വാഹനമൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ വലിയൊരു പേടിയാണ്, ഒരു ഭയം തോന്നുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നിഖിലാണ് ഈ വിവരങ്ങളൊക്കെ നൽകിയത്.